നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂർ സന്ദർശിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 അദ്ദേഹം മണിപ്പൂരിൽ എത്തും എന്നുള്ളതാണ് വിവരം. നമുക്കറിയാവുന്നതുപോലെ മണിപ്പൂർ ഏതാണ്ട് 2023 മെയ് 3 തുടങ്ങിയ വലിയ ഒരു കലാപം, വർഗീയ കലാപം എന്ന് വേണമെങ്കിൽ പറയാം, വംശീയ കലാപം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ വളരെ രക്തരൂക്ഷിതമായ നാളുകളിലൂടെ കടന്നുപോയ ഒരു മണിപ്പൂരിൽ ഏതാണ്ട് 2 വർഷങ്ങൾക്കിപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുകയാണ്. പ്രധാനമന്ത്രി വെറുതെ ഒരു സന്ദർശനം നടത്തുക മാത്രമല്ല, മണിപ്പൂരിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തുടക്കം കുറിക്കാനും അല്ലെങ്കിൽ ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും ലക്ഷ്യമിട്ടാണ് അദ്ദേഹം എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ മണിപ്പൂർ നിവാസികൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം അവിടെ വലിയ രീതിയിലുള്ളൊരു സംഘർഷം പല വിഭാഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്നു. അതെല്ലാം ഇപ്പോൾ ഏതാണ്ട് കെട്ടടങ്ങിയ മട്ടാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ആ ഒരു പഴയ കാലഘട്ടത്തിൽ അതിൻ്റെ എന്താ പറയുക, വളരെ വേദനാജനകമായ ഓർമ്മകൾ ഇനി ആവർത്തിക്കപ്പെടരുത് എന്നുള്ളൊരു നിലപാട് അവിടെ ഉള്ളവർക്കുണ്ട്. അവിടെ വലിയ രീതിയിലുള്ളൊരു വികസന പദ്ധതികൾ നടപ്പിലാകുമ്പോൾ ജനജീവിതം കുറേ കൂടി അർത്ഥവത്താകും, കുറേ കൂടി സുഗമമാകും എന്നുള്ള ഒരു ചിന്ത ഇത്തരം സംഘർഷങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കാരണമാകുമെന്നുള്ളൊരു വിശ്വാസം ആ ജനതയ്ക്കുണ്ട്. മണിപ്പൂർ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഗോയൽ അദ്ദേഹം പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പുറത്തുവിട്ട സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത്, സകല ജനങ്ങളും, അത് ജാതി മത വ്യത്യാസമില്ലാതെ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ജനങ്ങളും പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാനായിട്ട് എത്തുക. ഇതോടുകൂടി മണിപ്പൂർ പുതിയൊരു വികസന പാതയിലേക്ക് പോകും. കഴിഞ്ഞ കാലത്തെ മോശം അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് വിസ്മരിക്കാം. പുതിയ നാളേക്ക് വേണ്ടി പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യൂ എന്നുള്ളതാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അവിടെ മുൻപ് വർഗീയ കലാപങ്ങൾ അല്ലെങ്കിൽ വംശീയ കലാപങ്ങൾ ഉണ്ടായതിൻ്റെ ചില മുറിവിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഇപ്പോഴും അവിടെ തുടരുന്നു. ചില പ്രധാനമന്ത്രിക്ക് സ്വീകരിച്ചുകൊണ്ടുള്ള പ്രചാരണ ബോർഡുകൾ, അതേപോലുള്ള അലങ്കാരങ്ങളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ട സംഭവങ്ങളുണ്ട്. അത് ഈ വർഗീയ കലാപം, വംശീയ കലാപം വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ അത് കൃത്യസമയത്ത് തന്നെ അധികൃതർ ഇടപെട്ട് അതിനെ പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വരവ് വലിയ രീതിയിൽ അവിടെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം ചുരചന്ദ്പൂറിൽ, അതായത് മിസോറാമിലെ ഐസ്വാളിൽ നിന്ന് വ്യോമമാർഗം ചുരാചന്ദ്പൂറിൽ രാവിലെ 12:30 എത്തും എന്നുള്ളതാണ്. ഈ ചുരാചന്ദ്പൂർ വളരെ ശ്രദ്ധേയ സംഗതിയാണ്. അവിടെ ഈ വംശീയ കലാപം നടന്നപ്പോൾ ഈ കുംകി വംശത്തിൽപ്പെട്ട വളരെയധികം ആൾക്കാർ അവിടെ കൊല ചെയ്യപ്പെട്ടിരുന്നു. അവിടെയാണ് ഈ ചുരാചന്ദ്പൂർ, അവിടെയാണ് അദ്ദേഹം എത്തുന്നത്. ഒരു കുക്കി ഭൂരിപക്ഷ മേഖലയാണ് ആ പ്രദേശം. അവിടെ പ്രധാനമന്ത്രി മോദി അവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ കലാപത്തിൻ്റെ ഇരകളായിട്ടുള്ളവർക്ക് സമാശ്വാസമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് ഈ ബൈരാബി സാരംഗ് റെയിൽവേ പാതയുടെ ഉദ്ഘാടനം, ഐസ്വാൾ ഹൈവേ, അതേപോലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം, LPG ബോട്ട്ലിംഗ് പ്ലാന്റ്, ചിംതിപ്പൂയ് നദിയിലെ പാലത്തിന് തറക്കല്ലിടൽ, ഖേലോ ഇന്ത്യ മൾട്ടിപർപ്പസ് ഹാൾ, ഐസ്വാൾ ഡൽഹി റെയിൽ സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ്, പിന്നെ മണിപ്പൂരിൽ പുതിയ പോലീസ് ആസ്ഥാനം, പുതിയ സിവിൽ സെക്രട്ടേറിയറ്റ്, പിന്നെ ഇംഫാലിൽ ഒരു 1200 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം, ഇംഫാലിൽ തന്നെ ഒരു പൊതുയോഗത്തിലും അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1988 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ സന്ദർശനത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വലിയ രീതിയിലൊരു പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു പ്രദേശമാണ്. ഒരു പ്രധാനമന്ത്രി 88 സന്ദർശനം നടത്തിയ ശേഷം നാളിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ഒരു മേഖല കൂടിയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി എത്തുന്നത്. പക്ഷേ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, വിമർശിക്കുകയാണ്. കാരണം ഈ കലാപം നടന്നത് 2023 അവിടെ വലിയ രക്തരൂക്ഷിതമായ കലാപം നടന്നു. ഏതാണ്ട് 260 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. പലരെയും കാണാതായ സംഗതികൾ അവിടെയുണ്ട്. ആയിരക്കണക്കിന് പേർ അവിടുന്ന് പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി വീടുകൾ, സ്ഥാപനങ്ങളടക്കം തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും വരാതിരുന്ന പ്രധാനമന്ത്രി ഏതാണ്ട് 2-2.5 വർഷത്തിന് ശേഷം ഇപ്പോൾ വരുന്നത്
അത് ആ മണിപ്പൂരിലെ വേദന ഇല്ലാണ്ടാക്കാൻ ഒരു കാരണവശാലും സഹായിക്കില്ല. നിലവിൽ ഭരണപക്ഷം നേരിടുന്ന വോട്ട് ചോരി എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. അതിന് സമാധാനം പറയുകയാണ് ആദ്യം പ്രധാനമന്ത്രി വേണ്ടത്. ഇത്തരം പരിപാടികൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മണിപ്പൂരിന് ആവശ്യമുള്ള സമയത്ത് പ്രധാനമന്ത്രിയെ കിട്ടിയില്ല. ഇപ്പോൾ ചെല്ലുന്നത് കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പക്ഷേ നമുക്ക് ഒരു മുൻ അനുഭവമുണ്ടല്ലോ നമ്മുടെ കാശ്മീരിൻ്റെ കാര്യത്തിൽ. അവിടെ വലിയ രീതിയിലുള്ള തീവ്രവാദ സ്വാധീനമുണ്ടായിരുന്ന കാശ്മീർ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ടൂറിസ്റ്റ് വിനോദസഞ്ചാര, നമ്മൾ പഹൽഗാം സംഭവം ഉണ്ടായത് അവിടെ മാറ്റി നിർത്തിയാൽ വലിയ രീതിയിൽ വിനോദസഞ്ചാരികളുടെ വരവ് കൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് കാശ്മീർ. അവിടുത്തെ യുവാക്കൾ ഇപ്പോൾ വലിയ രീതിയിൽ ധനം സമ്പാദിക്കുന്നുണ്ട്. പലർക്കും നല്ല നല്ല തൊഴിലുകൾ കിട്ടുന്നുണ്ട്. കാരണം അവിടെ ഒരു സമാധാന അന്തരീക്ഷം സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു. കാരണം നാട്ടിൽ വികസനം ഉണ്ടാകുക, യുവാക്കൾക്ക്, തൊഴിൽ രഹിതരായ യുവാക്കളാണ് സാധാരണ ഇത്തരം ആശയങ്ങളുടെ പുറകെ പോകുന്നത്. കാര്യം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. തീവ്രവാദ ആശയങ്ങളുടെ പുറകെ പോയാൽ അത്യാവശ്യം ധനം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പലരും ആ മേഖലയിലേക്ക് തിരിയുന്നത്. ആ കാശ്മീർ ഇന്ന് വലിയ രീതിയിൽ മാറി. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിനെയും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഏതാണ്ട് 9,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഒറ്റയടിക്ക് പ്രധാനമന്ത്രി എത്തി നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. എങ്ങനെയാണ് ഈ മണിപ്പൂർ കലാപം ഉണ്ടായത് എന്നുള്ളതും കൂടി പരിശോധിച്ച് അവസാനിപ്പിക്കാം. 2023 മെയ് 3 അവിടെ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ എന്ന അവർ നടത്തിയ ഗോത്രവർഗ്ഗങ്ങളുടെ ഒരു ഐക്യദാർഢ്യ മാർച്ച്. അവരുടെ ആവശ്യം, ഈ മെയ്തൈ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് മണിപ്പൂരിൽ, അവരെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ മണിപ്പൂരിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അവിടെ 3 വിഭാഗങ്ങളാണ്, ജനവിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്, വിവിധ ഗോത്രങ്ങളായിട്ടുള്ള. ഒന്ന് മെയ്തൈ, ഒന്ന് കുക്കി, ഒന്ന് നാഗ. ഈ മെയ്തൈ വിഭാഗം എന്ന് പറയുന്നത് അവിടെ ഒരു ഭൂരിപക്ഷ വിഭാഗമാണ്. അവർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മെയ്തൈ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അവർ ഈ നഗര കേന്ദ്രീകൃതമായി, അതായത് അവർ ഈ മണിപ്പൂരിലെ തലസ്ഥാനമായ ഇംഫാലിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന പേരാണ് ഈ മെയ്തൈ എന്ന് പറയുന്നത്. അവർ സാമൂഹികപരമായിട്ടും അവർ മുന്നോക്കമാണ്. അവരുടെ ജനപ്രതിനിധികളുടെ എണ്ണം എടുത്താൽ മണിപ്പൂരിലുള്ള 60 MLA-മാരിൽ 40 പേരും ഈ മെയ്തൈ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇനി മറ്റ് 2 വിഭാഗങ്ങൾ കുക്കി, നാഗ, ഇവർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവർ അവിടെ ന്യൂനപക്ഷ വിഭാഗമാണ്. ഇവർ ഈ നേരത്തെ പറഞ്ഞ മെയ്തൈ എന്ന് പറയുന്നത് താഴ്വാരത്ത് താമസിക്കുന്നവരാണെങ്കിൽ, ഈ കുക്കി, നാഗ വിഭാഗങ്ങളൊക്കെ മലയുടെ മുകളിൽ, മല മേഖലയിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. പരസ്പരം സഹകരിക്കാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഇടകലരാതെ നിൽക്കുന്ന ഒരു ജനവിഭാഗങ്ങളാണ്. അപ്പോൾ ഈ മെയ്തൈ വിഭാഗത്തെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. അപ്പോൾ ഈ കുക്കി, നാഗ വിഭാഗങ്ങൾ നേരത്തെ തന്നെ പട്ടികവർഗ ഗോത്ര വിഭാഗമാണ്. അപ്പോൾ ഈ മെയ്തൈ വിഭാഗത്തെ കൂടി തങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയാൽ തങ്ങളുടെ മേഖലയിലേക്ക് ഇവർ കടന്നു കയറും, തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇവരും കൈക്കലാക്കും. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘർഷം ഒരു വംശീയ കലാപത്തിലേക്ക് വഴി തുറക്കപ്പെട്ടത്. ആ സമയത്ത് അവിടെ BJP സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ മെയ്തൈ വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഈ BJP സർക്കാർ ഈ മെയ്തൈ വിഭാഗം നടത്തിയ അക്രമങ്ങളെ മൂടിവെച്ചു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളതും ഓർക്കണം. ഏതായാലും അവിടെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏതാണ്ട് 260 പേർ ഈ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. നേരത്തെ തന്നെ ഇത്തരത്തിൽ വംശീയമായി തന്നെ നേരത്തെ തന്നെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ വലുതുമായ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് മണിപ്പൂർ. 90കളിൽ ഈ കുക്കി വിഭാഗമാണ് അവിടെ സായുധ കലാപം നടത്തിക്കൊണ്ടിരുന്നത്. അവർ ഈ നാഗ വിഭാഗവുമായിട്ട് തന്നെ ഏറ്റുമുട്ടലുകൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് 2008 SOO എന്ന നിയമം കൊണ്ടുവന്ന ഈ സൈനികമായി പോലീസിനെയൊക്കെ കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നാണ് ആ അക്രമ സംഭവങ്ങളൊക്കെ അടിച്ചമർത്തിയത്. പിന്നീട് SOOയൊക്കെ പിൻവലിച്ചു. BJP സർക്കാർ അവിടെ ഈ മ്യാൻമാറിൽ നിന്ന് വലിയ രീതിയിലൊരു കുടിയേറ്റം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞുവിടാനായിട്ട് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു. അതേപോലെ ഈ അവിടെ കറുപ്പ് കൃഷി വ്യാപകമായി നടക്കുന്നുണ്ട്, അതിനെതിരെയും സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു. ഇതെല്ലാം തങ്ങൾക്കെതിരെയുള്ള നടപടിയാണ് എന്നാണ് ഈ കുക്കികൾ തെറ്റിദ്ധരിച്ചത്. അങ്ങനെ അവർ വലിയ രീതിയിൽ അസ്വസ്ഥമായിരിക്കുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ മെയ്തൈ
വിഭാഗം അവരെയും കൂടി ഈ ഗോത്ര പട്ടികവർഗ വിഭാഗത്തിൽ പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് മാർച്ച് സംഘടിപ്പിച്ചത് അത് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് പോയി. ഈ കുക്കി വിഭാഗത്തെ വലിയ രീതിയിൽ കൂട്ടക്കൊല ചെയ്തു എന്ന തരത്തിലും ആക്ഷേപമുണ്ട്. എന്നാൽ ഈ രണ്ട് വിഭാഗത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും മണിപ്പൂർ ആ കലാപത്തിൻ്റെ മുറിവുകളിൽ നിന്ന് ഇപ്പോൾ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അവർ ഒരു സമാധാന ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം നിറവേറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി മോദി അവിടെ എത്തുന്നത്. അവിടെ അദ്ദേഹത്തിന് വലിയ സ്വീകരണം കിട്ടും എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും മണിപ്പൂരിൻ്റെ നാളുകൾ നല്ലതാകട്ടെ എന്ന് ആഗ്രഹിക്കാം.